ഈ വഹാബി ആദർശവും വഹാബി ഇതൊക്കെ ഈ പൊട്ടിപ്പൊളിഞ്ഞ് പാളിച്ചാക്കുന്നത് കൊണ്ട് ഇവരുടെ ജന്മം മുതൽ ഉസ്താദ് വഹാബി തൗഹീദ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി അല്ലേ? പൊട്ടിപ്പൊളിയാത്ത സമസ്തന്റെ തൗഹീദ് എന്ന് പറയാൻ ഉസ്താദിന് ധൈര്യം ഉണ്ടാവുക? സി കെ കല്ലേര് വെല്ലുവിളിക്കുവാണ് ഈ ഉസ്താദിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ടിട്ട് ഉസ്താദാണെന്ന് തോന്നുന്നുണ്ട്. മറ്റേ ശംസുല്ലമേനെ പോലെയൊക്കെ ഉണ്ട്. ഏതായാലും ഉസ്താദെ നിങ്ങളെന്ന് പറ, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾ അനുയായികളൊന്ന് കേട്ടോട്ടെ സമസ്തന്റെ തൗഹീദ് എന്താണെന്ന്. നമുക്ക് പഠിക്കാലോ, ഇങ്ങനെ ഒരു തൗഹീദ് ഉണ്ടേനും എന്ന് നമുക്ക് തിരിയല്ലോ. നിങ്ങളെന്താ ഉസ്താദ് തൗഹീദ് പറയാൻ പേടിക്കുന്നത്? മൊയ്ലിയന്മാർ ആരും തൗഹീദ് പറയാറില്ലല്ലോ, എന്താ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങളെന്ന് പറഞ്ഞിട്ട് തൗഹീദ് എന്താന്ന്? ഇങ്ങനെ തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ തൗഹീദ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഞങ്ങൾക്കത് അറിയാലോ തൗഹീദ് എന്താന്ന്. അത് ആരോടാ പറയേണ്ടിയെന്നു? തൗഹീദ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അത് ഒന്നാമത് പറയേണ്ടി അത് ആരോടാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെന്ന് പറ, നിങ്ങളെ തൗഹീദ് എന്താണ്? അത് ആരോട് പറയാൻ പറ്റും? ഇന്ന് ഭൂമിയിലുള്ള ഏത് വിഭാഗത്തോട് പറയാൻ പറ്റും നിങ്ങളുടെ തൗഹീദ്? ഒന്ന് പറ. ഹൈന്ദവരോട് എന്തായാലും പറയാൻ പറ്റൂല, കാരണം ഓല തൗഹീദ് തന്നെയാണല്ലോ നിങ്ങളത്. ക്രൈസ്തവരോടും പറയാൻ പറ്റൂല, മക്ക മുശ്രിക്കുകളോടും പറയാൻ പറ്റൂല. ഓലയൊക്കെ തൗഹീദ് തന്നെയാണല്ലോ നിങ്ങളത്. എന്നാ മുജാഹിദുകളുടെ തൗഹീദ് ലോകത്ത് ഏതൊരുത്തന്റെ മുമ്പിലും പറയാം. നിങ്ങളെങ്ങനെയാ തൗഹീദ് പറയാൻ വലിയ? നിങ്ങൾ ശ്രീരാമനോട് ഓലോട് എന്താ പറയാ? നിങ്ങൾ ശ്രീരാമനോട് പ്രാർത്ഥിക്കരുതേ. ശ്രീരാമൻ ഒന്നും കാണുമില്ല, ഒന്നും കേൾക്കില്ല, ഒന്നും അറിയില്ല, ഒരു കഴിവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നാളെ മുഹമ്മദ് നബിയോട് പ്രാർത്ഥിച്ചോ. നാളെ മുഹമ്മദ് നബി എല്ലാം കാണും, എല്ലാം കേൾക്കും, എല്ലാം അറിയും, എല്ലാ കഴിവുമുണ്ട്. യേശുക്രിസ്തുവോട് ക്രിസ്ത്യാനികളെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. യേശുക്രിസ്തു ഒന്നും കാണുമില്ല, ഒന്നും കേൾക്കില്ല, ഒന്നും അറിയില്ല, ഒരു കഴിവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നാളെ ബദിരീങ്ങളോട് പ്രാർത്ഥിച്ചോ. നാളെ ബദിരീങ്ങൾ എല്ലാം കാണും, എല്ലാം കേൾക്കും, എല്ലാം അറിയും, എല്ലാ കഴിവുമുണ്ട്. അറിയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ തൗഹീദ് ഈ ലോകത്ത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് നിങ്ങളെ തൗഹീദ് പറയാൻ പറ്റുമോ? മറിച്ച് മുജാഹിദുകളുടെ തൗഹീദ് ഈ ലോകത്ത് ഏതൊരുത്തനോട് പോയിട്ട് പറയാം. ശ്രീരാമ, ശ്രീകൃഷ്ണൻ, ഗുരുവായൂരപ്പൻ, കൊടുങ്ങല്ലൂരമ്മ, മുഹമ്മദ് നബി, മൊയ്തീശയങ്ങൾ, മുനമ്പത്തെ ബീബി, ഇല്ലേ, മറിയം ബീബി, യേശുക്രിസ്തു, ഒന്നും കാണില്ല, ഒന്നും കേൾക്കില്ല, ഒന്നും അറിയില്ല, ഇവർക്കൊന്നും ഒരു കഴിവില്ല. ഇത് ഞങ്ങൾക്ക് ആരോടെ പറഞ്ഞുവിടാത്ത? ഏതൊരുത്തനോട് പറയാ, ലോകത്തുള്ള ഏതൊരുത്തനോടും പറയാ. നിങ്ങളെ ദേവീദേവന്മാർ ഹൈന്ദവരെ, നിങ്ങളെ ദേവനായ ഗുരുവായൂരപ്പൻ, ദേവിയായ കൊടുങ്ങല്ലൂരമ്മ, ക്രിസ്ത്യാനികളെ നിങ്ങളെ ദേവൻ യേശുക്രിസ്തു, നിങ്ങളുടെ ദേവി മറിയം ബീവി, കന്യാമറിയം, സമസ്തക്കാരെ നിങ്ങളെ ദേവൻ മൊയ്തീശങ്ങൾ, നിങ്ങളുടെ ദേവി മുനമ്പത്തെ ബീവി, ഒന്നും കാണില്ല, ഒന്നും കേൾക്കില്ല, ഒന്നും അറിയില്ല, ഒരു കഴിവും ഇവർക്കാർക്കില്ല എന്ന് ഞങ്ങൾക്ക് ആരോട് പറയാ? ഏതൊരുത്തനോടും പറയാ. നിങ്ങളാ പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവും. വലിയേറെ നിങ്ങളെ തൗഹീദ് പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവും, ബാക്കി പറയാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തൗഹീദ് എന്താന്ന് ആദ്യം പഠിക്കുമില്ലേ? കാരണം ഇല്ലാത്തതാണല്ലോ പറഞ്ഞുകൊണ്ട് കിടക്കണം പാവങ്ങൾ. എന്നാണാവോ ഇതിനൊരു തീരുമാനമാകണം? ഒരു തീരുമാനമില്ല. ഇത് ഉറച്ചാൽ മതി. നിങ്ങൾ അള്ളാഹു അല്ലാതെ വേറെ നിങ്ങളെ ദേവീദേവന്മാരാരും, നിങ്ങളുടെ ഇലാഹുകൾ ആരും, നിങ്ങളുടെ ആരാധ്യന്മാരാരും ഒന്നും കേൾക്കുകയില്ല, ഒന്നും കാണുകയില്ല, ഒന്നും അറിയുകയില്ല, അവർക്ക് ഒരു കഴിവുമില്ല. ഇത് വിശ്വസിച്ചാൽ മൊയ്ലിയാറെ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ലോകത്ത് ആരോടും തൗഹീദ് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളെ തൗഹീദ് പള്ളീൻ്റെ ഉള്ളിൽ കുത്തിരുന്നിട്ട് മൊയ്ലിയാർ കുട്ടികളുണ്ടല്ലോ, ഓലോട് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങളെന്ന് പറയാ തൗഹീദ് എന്താന്ന്? ഞങ്ങള് പൊട്ടിപ്പൊളിഞ്ഞ തൗഹീദ്, പൊട്ടിപ്പൊളിയാത്ത തൗഹീദ് എന്ന് പറയാം ഉസ്താദെ. ജനങ്ങളൊന്ന് കേൾക്കട്ടെ.